ഹായ്, എല്ലാവർക്കും മോംസ് ബണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ 3 തൊട്ട് 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 0 to 3 months കൊടുക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ 3 to 6 months ആകുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താം. അപ്പം ഞാൻ നേരത്തെ ആദ്യം ഇട്ട വീഡിയോയിൽ പറഞ്ഞു ഫിസിക്കൽ ആക്ടിവിറ്റി അങ്ങനെ കുഞ്ഞുങ്ങളിൽ ഏർലി തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനും മസിൽ സ്ട്രെങ്ത്, കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം 3 to 6 months ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ 0 to 3 months കൊടുത്ത ടമ്മി ടൈം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ടമ്മി ടൈമിൻ്റെ ടൈമൊക്കെ ഇച്ചിരി നമുക്ക് കൂട്ടാം. അപ്പോൾ ടമ്മി ടൈം നമ്മൾ ആദ്യം 0 to 3 months കൊടുത്തപ്പോൾ കുഞ്ഞ് കംഫർട്ടബിൾ ആവുന്ന അത്രയും സമയം ഇച്ചിരി നേരം കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ടമ്മി ടൈമിൽ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. മേ ബി നമ്മളൊരു ദിവസം 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ആ നമുക്ക് കൊടുക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ ഇച്ചിരി കൂടെ കൂട്ടാം 3 to 6 months ആകുന്ന ടൈമിൽ. അപ്പോൾ കുഞ്ഞുങ്ങൾ കംഫർട്ടബിൾ ആകാത്ത ടൈം എപ്പോഴാണ്? അപ്പോൾ അവർ കരയും, നമുക്കറിയാം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇതെന്താണെന്ന് എന്തായാലും അമ്മമാർക്ക് കണ്ടാൽ മനസ്സിലാകും അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞ് എത്രത്തോളം ടോളറൻ്റ് ആണ്, എത്രത്തോളം ആ ടമ്മി ടൈമിൽ ഇരിക്കാൻ പറ്റും അത്രയും നമ്മൾ കൊടുക്കുക. അപ്പോൾ 3 to 6 months കൊടുത്തതിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ 0 to 3 months കൊടുത്തതിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ 3 to 6 months കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഈ ടമ്മി ടൈമിന് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാതെ വേറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ചാനലിൽ ഒന്നുകൂടെയൊക്കെ നോക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ ഐ തിങ്ക് നമ്മുടെ 0 to 3 months വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഞാൻ ലിങ്ക് ഇടാമെന്ന്, പക്ഷെ ഇട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് അടുത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഹാൻഡ് നമ്മൾ ഗൈഡ് ചെയ്തിട്ട് കുഞ്ഞിനെ ഓരോ സ്ഥലത്ത് തൊടിപ്പിക്കാം. അതിന് എക്സാമ്പിൾ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത് നമ്മുടെ ഹെഡ് ഷോൾഡർ, നീസ് ആൻഡ് ടോസ് എന്ന് പറയുന്ന പാട്ട്, കാർട്ടൂൺ സോങ്. നമ്മളെ അമ്മമാരായിരിക്കുമ്പോൾ കാർട്ടൂൺ സോങ്ങുമെല്ലാം ഇപ്പോൾ ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ സോങ് കേട്ടില്ലേ? അപ്പോൾ ആ സോങ്ങിൽ കുട്ടികളിങ്ങനെ കൈ തൊടത്തില്ലേ? ഈ സെയിം കുഞ്ഞുങ്ങളുടെ കൈ അവർക്ക് തൊടാൻ പറ്റാത്തതുകൊണ്ട് അമ്മ കുഞ്ഞിൻ്റെ കൈയിൽ ഇങ്ങനെ പിടിച്ചിട്ട് തലയെ തൊടിപ്പിക്കുക, ഷോൾഡറിൽ തൊടിപ്പിക്കുക, മുട്ടയെ തൊടിപ്പിക്കുക, കാലയെ തൊടിപ്പിക്കുക, അങ്ങനെ ചെയ്യണം. അത് ഒരു നല്ല ആക്ടിവിറ്റി. നമുക്ക് ടൈം കിട്ടുമ്പോഴേക്കും അത് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ കളിച്ച് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത് ചെയ്യിപ്പിക്കാവുന്നതാണ്. പിന്നെ ഈ 3 to 6 months തന്നെ നമുക്ക് ടോയ്സ് എന്തെങ്കിലും ഇങ്ങനെ ഈ കിലുക്കം, എക്സാമ്പിൾ റാറ്റിൽസ് പോലത്തെ സാധനം കുഞ്ഞിനെ ഇങ്ങനെ കാണിച്ചിട്ട് കൊച്ചിന് ഇൻട്രസ്റ്റ് ഉള്ള ടോയ് ആണെങ്കിൽ ആ കൊണ്ടുവന്ന് കുഞ്ഞിന് എത്തുന്നതിന് കുറച്ച് ദൂരമായിട്ട് ഇടുക. അപ്പോൾ അതിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് ഒരു നല്ല ആക്ടിവിറ്റിയാണ്. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിനെ വലത്തി കിടത്തതിന് ശേഷം നമ്മുടെ ഒരു സപ്പോർട്ട് വെച്ച് അവരെ റോൾ ഓവർ ചെയ്യാൻ വേണ്ടി, കമന്ന് കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അവർ തിരിഞ്ഞ് ഇങ്ങനെ കമന്ന് വരത്തില്ലേ? തനിയെ കമന്ന് വീഴുന്നതല്ലാതെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരെ കമന്ന് വീഴാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ബോത്ത് സൈഡിലോട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുഞ്ഞുങ്ങൾ തനിയെ മാത്രമേ കമന്ന് വീഴാവുള്ളൂ എന്നല്ല. അവർ തനിയെ കമന്ന് വീഴുന്ന ആ മൈൽ സ്റ്റോണിൽ അവർ തനിയെ ചെയ്യും. അതിന് മുമ്പേ തന്നെ ഏർലി ഫ്രം 3 to 3 months തൊട്ട് തന്നെ നമുക്ക് ഇങ്ങനെ സ്ലോലി അത് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അമ്മമാർ അടുത്ത് തന്നെ ഇരുന്നാണ് ചെയ്യിപ്പിക്കേണ്ടത്. അല്ലാതെ സൂപ്പർവൈസർ അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ തീയുമ്പോഴും കുഞ്ഞിൻ്റെ മുഖമൊക്കെ ശ്വാസമൊക്കെ കിട്ടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 3 to 6 months എൻ്റെ ബേബി വന്നിട്ടുണ്ട്. അപ്പോൾ 3 to 6 months കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.